ഹലോ എവ്രി വൺ, വെൽക്കം ടു സി പെർസ്പെക്റ്റീവ്സ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഇൻസെക്യൂരിറ്റീസ്, ഹൗ ഇറ്റ് അഫക്ട്സ് ചൈൽഡ്ഹുഡ് ആൻഡ് ലീഡ്സ് അപ്പ് ടു യുവർ അഡൾട്ട് ഇയേഴ്സ് എന്നുള്ളതാണ്. ടു സ്റ്റാർട്ട് ഓഫ് ദിസ് വീഡിയോ, വാട്ട് ഐ എം പ്ലാനിങ് ടു സേ ഈസ് അബൌട്ട് ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിനെ കുറിച്ചാണ്. അതായത് എങ്ങനെയാണ് ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്, ഒരു കൊച്ചായിരുന്നപ്പോൾ ഉള്ള പേഴ്സണൽ എക്സ്പീരിയൻസ് എന്നെ ഇപ്പോഴും എഫക്റ്റ് ചെയ്തെന്നുള്ളത് ആണ്. അതായത് എനിക്കിപ്പം 34 വയസ്സാണ്. വെൻ ഐ വാസ് അറൗണ്ട് ദ ഏജ് പറയുന്നില്ല, ക്ലാസ് അറൗണ്ട് ഒരു 7th പഠിക്കുമ്പോൾ, 7th or 8th പഠിക്കുമ്പോൾ, ഒരു 12-13 വയസ്സായിരിക്കണം. ഹൗ ഇറ്റ് അഫക്റ്റഡ് ആൻഡ് ഹൗ ഇറ്റ് ലെഡ് ടു മൈ കറണ്ട് ലൈഫ് എന്നുള്ളതാണ്. I tried writing a script when I was in 7th or 8th. അപ്പോൾ ഒരു 12 വയസ്സായിരിക്കാം. ഐ ട്രൈഡ് റൈറ്റിംഗ് എ സ്ക്രിപ്റ്റ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു ടൈമിൽ ഇറങ്ങിയ സിനിമ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നോട്ട്ബുക്ക് അല്ലെങ്കിൽ അങ്ങനെ ഏതൊരു സിനിമ ആയിരിക്കണം, ആ ഒരു ടൈമിലുള്ള സിനിമ ആയിരിക്കണം. അപ്പോൾ ആ ഒരു ടൈം ലൈൻ അനുസരിച്ച് ദ ഫസ്റ്റ് ലൈൻ ഐ റോട്ട് ഇൻ ദ മൂവി വാസ് എക്സാക്ട്ലി വാളിയ അപ്പം തുടങ്ങാം എന്നായിരുന്നു. അത് വെച്ച് കഴിഞ്ഞാൽ ഫുൾ സ്ക്രിപ്റ്റ് റെഡിയാക്കി. ഇറ്റ് വാസ് അബൌട്ട് എ സിബ്ലിംഗ് റിലേഷൻ ആൻഡ് ഓൾ ദാറ്റ്. പക്ഷേ ഒരു 2 years ലേറ്റർ മൈ പേരൻസ് ഓർ മൈ കസിൻസ് അവരൊക്കെ ആ ഒരു സ്ക്രിപ്റ്റ് വായിച്ചിരുന്നു. അവരൊക്കെ അപ്പോൾ എന്നെ കളിയാക്കിയത് വാളിയ അപ്പം തുടങ്ങാം എന്ന ഒരു സ്റ്റാർട്ടിങ് ലൈൻ വെച്ച് മാത്രമായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ ഫ്യൂച്ചറിൽ ഇതുവരെയും ഐ എം 34 നൗ, അപ്പോൾ എങ്ങനെ പോയൊരു 14-18 വർഷമായി കാണണം, ഞാൻ പേര് തുടങ്ങിയിട്ടില്ല ടു റൈറ്റ് എ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഒരു കഥ എഴുതാനോ ഷോർട്ട് സ്റ്റോറി എഴുതാനോ ഒന്നിനും ഞാൻ മുതിർന്നിട്ടില്ല. ബിക്കോസ് ദിസ് വൺ തിങ് വാളിയ അപ്പം തുടങ്ങാം എന്ന് എൻ്റെ ക്ലോസസ്റ്റ് വൺസ് പറഞ്ഞൊരു ഡയലോഗ് എന്നെ അത്ര എഫക്റ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഒരു പേന തൊട്ടിട്ടില്ല. ദാറ്റ് ഈസ് വൺ തിങ് വൈ ഐ ഡിഡ്ന്റ് റൈറ്റ് ആഫ്റ്റർവേർഡ്സ്. സിമിലർലി ഞാൻ ഒരു 8th-9th പഠിക്കുമ്പോൾ ഐ ഹാവ് ട്രൈഡ് റൈറ്റിംഗ് എ പോം, കവിത എഴുതാൻ ട്രൈ ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷിൽ. അപ്പോഴും ഞാൻ എന്തോ എഴുതി തുടങ്ങിയപ്പോഴത്തേക്ക് ഇറ്റ് വാസ് സംതിങ് സിമിലർ ടു വാട്ടർ എവ്രിവെയർ, റെയിൻ എവ്രിവെയർ സംതിങ് സിമിലർ ആയിട്ട്, എനിക്ക് കറക്റ്റഡ് ഓർമ്മയില്ല. പക്ഷേ ഞാൻ എഴുതി. പക്ഷെ അപ്പോഴും എൻ്റെ ക്ലോസസ്റ്റ് വൺസ് അത് പറഞ്ഞിരുന്നത് ഇറ്റ് ഈസ് എ കോപ്പി ഓഫ് വാട്ടർ എവ്രിവെയർ എന്നുള്ള പോലെയായിരുന്നു. ഓക്കെ, ടു ബി വെരി ഫ്രാങ്ക്, ഞാൻ എഴുതി തുടങ്ങിയത് എൻ്റെ ബ്രദർ ഒരു കവിത എഴുതുന്നതൊക്കെ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ടായിരുന്നു. ബട്ട് ഐ ട്രൈഡ്. നോ വൺ അപ്രീഷിയേറ്റഡ് മീ അറ്റ് ദാറ്റ് ടൈം. പക്ഷേ ഇറ്റ് ഫെൽറ്റ് റിയൽ സ്ട്രഗിൾ ടു പ്രൂവ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. ഈ ഒറ്റൊരു കാരണം ഞാനിപ്പോൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഐ ഹാവ് നെവർ ഈവൻ ഷെയർഡ് ദിസ് ചാനൽ ടു എനി ഓഫ് മൈ ക്ലോസസ്റ്റ് വൺസ്, ഈവൻ ടു മൈ വൈഫ്. ഷീ ഹാപ്പൻ ടു ഫൈൻഡ് ഇറ്റ് ഔട്ട് ലേറ്റർ. കാരണം അതിൽ കയറിയിട്ട് അവളുടെ അവളുടെ ഫോണിൽ നിന്ന് കയറിയിട്ട് ട്രൈഡ് ലൈക്കിങ് ദ വീഡിയോ ആൻഡ് ഓൾ. അപ്പോൾ അവൾ ലൈക്ക് ഓൺ ദ ഗോ അവൾ കണ്ടുപിടിച്ചു ഐ ഹാവ് a YouTube ചാനൽ എന്നുള്ളത്. പക്ഷേ ഐ ഹാവ് നോട്ട് ഗിവൺ ഹെർ എൻ എക്സ്പ്ലനേഷൻ എന്തുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത്, ഓർ വൈ ഐ ഡിഡ്ന്റ് ടെൽ ഹെർ എന്നുള്ളത്. ഈവൻ ടു ദ ക്ലോസസ്റ്റ് വൺസ് ഇൻ മൈ ഫാമിലി ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഐ ആം ട്രൈയിങ് ദിസ് ഔട്ട് എന്നുള്ളത്. ദിസ് ഇനീഷ്യൽ വീഡിയോസ് ഈസ് ആക്ച്വലി എൻ്റെ ഒരു വേ ഓഫ് ബ്രേക്കിംഗ് ഔട്ട് ഫ്രം മൈ ഒരു ക്ലസ്റ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഇൻസെക്യൂരിറ്റി ഇത് ബ്രേക്ക് ഔട്ട് ചെയ്യുന്നൊരു ഭാഗമായിട്ടാണ്. പക്ഷെ വൈ ഐ ആം നോട്ട് ഏബിൾ ടു ഷെയർ ഇറ്റ് ടു മൈ ക്ലോസസ്റ്റ് വൺസ് എന്നുള്ളതിനുള്ള ഉത്തരം ഇതൊക്കെയാണ്. ഇനീഷ്യലി എൻ്റെ കുറച്ച് ട്രൈസ്, അല്ലെങ്കിൽ എനിക്ക് 7th or 8th പഠിക്കുമ്പോൾ ഒരു കുഞ്ഞായിട്ടുള്ള ഞാൻ ട്രൈ ചെയ്തപ്പം അത് ഓൾവേസ് ഹാഡ് ടു ബി കമ്പയർഡ്, അല്ലെങ്കിൽ ഓൾവേസ് ഹാഡ് ടു ബി ജഡ്ജ് ബൈ എ ലോട്ട് ഓഫ് അഡൾട്ട്സ് എന്നുള്ളതാണ് എൻ്റെ biggest struggle to get out of it. So what I would
tell you guys is, whoever is watching, even if it's 10 of you, what I would like to tell you guys is, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെക്കാളും ചെറിയ ആൾക്കാർ എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ ഡോണ്ട് ഡിസപ്പോയിൻറ്റ് ദം ഇൻ ദ ബിഗിനിങ്. അവർ ചെയ്യട്ടെ, കൊളാവട്ടെ, അവർ തെറ്റിപ്പോട്ടെ, ഇറ്റ്സ് ഓക്കെ. ബി വിത്ത് ദം, ട്രൈ ടു സപ്പോർട്ട് വിത്ത് ദം വാട്ട് എവർ they need. Give them the right advice. Even if you don't give an advice, it's okay. Don't demotivate them. I'll try it. Let them grow. Let them fly. എത്രത്തോളം ഞാൻ പറയാൻ വന്നത് നിങ്ങളുടെ കൺവേ ആയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഐ എം പുട്ടിങ് ഫോർവേഡ് വാട്ട് എവർ ഐ ഹാഡ് ഗോൺ ത്രൂ ആൻഡ് സ്റ്റിൽ ഐ എം ഹിയർ. പക്ഷേ ഐ എം നോട്ട് ഏബിൾ ടു ഷെയർ whatever I'm doing. I don't have the confidence to share because of the fear of being trolled by the people whom I love. So yeah, അതില്ലാതെ ആൾക്കാർ വളരട്ടെ, പുറത്തുള്ളവർ ട്രോൾ ചെയ്തോട്ടെ, പുറത്തുള്ളവർ കളിയായിക്കോട്ടെ, എന്തുവാണേലും ഓക്കെ. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ടവർ, നമ്മളോട് ക്ലോസ് ആണെന്ന് നമ്മൾ വിചാരിക്കുന്ന ആൾക്കാർ നമ്മൾ ട്രോൾ ചെയ്യാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പം കിട്ടുന്നൊരു സന്തോഷം അവർക്കും കിട്ടിക്കോട്ടെ. That's all. Thank you guys.